അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് അധികം ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും എന്നെടുത്ത് പല ഡൗട്ടുകളായിട്ട് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ചേച്ചി ഒരു സ്കിൻ കെയർ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് തുടങ്ങേണ്ടത്, ഏത് ഏജിലാണ് തുടങ്ങേണ്ടത്? ഇനി അതും അല്ലെങ്കിൽ എൻ്റെ മിക്ക വീഡിയോസിനും കുറേ അമ്മമാരുടെ കമൻസ് എനിക്ക് വരാറുണ്ട് കേട്ടോ. മോളെ, എൻ്റെ മോൾക്ക് 10 വയസ്സുള്ളൂ, എൻ്റെ മോൾക്ക് 12 വയസ്സുള്ളൂ, ഈ ഒരു ടൈമിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തോ കുഴപ്പമുണ്ടോ, ഈ ഒരു പാക്ക് ട്രൈ ചെയ്തോ കുഴപ്പമുണ്ടോ എന്നിട്ടുള്ള കമൻസ് ആണ് എനിക്ക് കൂടുതലും വരാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ കരുതി എന്നാൽ നമുക്കൊരു സംഭവം ചെയ്യാം. നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവസാനം വരെ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് അവസാനം വരെ ഒരേ രീതിയിലുള്ള സ്കിൻ കെയർ ആണോ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ വീഡിയോ ചിലപ്പോൾ ഇത്തിരി ലെങ്ത് ആയി പോവും, എന്നാലും ഒറ്റ വീഡിയോയിൽ തന്നെ ഫുള്ള് ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. സ്കിൻ കെയർ എന്ന് പറയുന്നത് പലതും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴാണ് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിലൊക്കെ ഒരു 13-14 വയസ്സ് തൊട്ടൊക്കെ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതിപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒരു സ്കിൻ കെയർ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം. പിന്നെ കുഞ്ഞിലേക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ചെറിയ ഈ ഒരു ബേബി മോയ്സ്ചറൈസേഴ്സും അങ്ങനെയുള്ള ക്രീമുകളും ഒക്കെ ഇട്ട് അവരുടെ സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ SPF ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ കുഞ്ഞു പിള്ളേർക്കുള്ളത്, അതായത് ഒരു 6 മാസമൊക്കെ ആയ പിള്ളേർക്കുള്ളത് തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞിലേ തൊട്ടേ, നമ്മൾ ജനിച്ചു വീണണം തൊട്ടേ നമ്മുടെ അമ്മമാര് കുളിപ്പിക്കുന്ന സമയത്ത് ഓയിലൊക്കെ ഇട്ട് നമ്മൾ കുളിപ്പിക്കാറുണ്ടല്ലോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളൊരു സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 13 വയസ്സ് തൊട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 13 വയസ്സ് തൊട്ട് ഒരു 21-22 വയസ്സ് വരെ ഉള്ള ഒരു ടീനേജ് പ്രായം കഴിഞ്ഞ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇനി ഒരു 22 വയസ്സ് തൊട്ടിട്ട് ഒരു 30+ വരെ ഉള്ള ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. പിന്നെ ആ 30+ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അല്ലാതെ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഒരേ രീതിയിലുള്ള സ്കിൻ കെയർ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം നമ്മുടെ സ്കിന്നിന് പല രീതിയിലുള്ള സ്റ്റേജസിലേക്കാണ് നമ്മുടെ ഒരു ഏജിൽ നമ്മുടെ സ്കിന്ന് പോണത്. അപ്പോൾ ആ രീതിയിലുള്ള സ്കിൻ കെയർ തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നമുക്കൊരു 13 വയസ്സ് തൊട്ടിട്ട് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയും. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ടൈം, നമുക്ക് ഈ ഹോർമോണൽ ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ് ഈ ഒരു 13 വയസ്സ് എന്നുള്ളൊരു ടൈം. അതിപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിൽ തന്നെയും പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ടൈമാണ്. അതായത് നമ്മൾ ഈ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ടൈമാണ്, നിറയെ പിമ്പിൾസ് നമുക്ക് വരുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു സ്കിൻ കെയർ നമ്മൾ ചെയ്തിരിക്കണം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിച്ചു വാരിയിട്ട് ഒരു 22 വയസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, ഞാൻ ഭയങ്കര മസ്റ്റെന്ന് ഞാൻ പറയാറില്ല, എന്നാലും പറ്റുകയാണെങ്കിൽ ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പറയാണ് കേട്ടോ, ഒരു ടീനേജിലെ പ്രായമാണ്, അതൊരു 13 തൊട്ട് 22 വയസ്സ് വരെ ഉള്ള ഒരു ടൈമിലെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, അതിൽ നിങ്ങൾ കണ്ടന്റ് ആയിട്ട് ഈ സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നും നോക്കണ്ട. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷിലേക്ക് നിങ്ങളുടെ മുഖം മാറുക കേട്ടോ. മുഖം വാഷ് ചെയ്യുന്നത് ഒരു ഫേസ് വാഷിലേക്ക് മാറുക. അതായത് നമ്മൾ സോപ്പൊക്കെ വെച്ചിട്ട് തന്നെയാണല്ലോ മുഖം ഫേസ് വാഷ് ചെയ്യണത്. അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷിലേക്ക് മുഖം മാറുക. അതായത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഭയങ്കര മൈൽഡായിട്ടൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഈ ചന്ദനത്തിൻ്റെ ഫേസ് വാഷ് ഉണ്ട്, നീമിൻ്റെ ഫേസ് വാഷ് ഉണ്ട്, പിന്നെ അതും അല്ലെങ്കിൽ മറ്റേ സംഭവം ഉണ്ടല്ലോ,
എന്തായിരുന്നു ടർമറിക്കിന്റെ ഒക്കെ ഫേസ് വാഷ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ടീനേജ് ടൈമിൽ യൂസ് ചെയ്തിരുന്നതായിരുന്നു നമ്മുടെ ജോവീസിന്റെ ഫേസ് വാഷ്, ഹിമാലയ ബ്രാൻഡ്. ഞാൻ ബ്രാൻഡ് അങ്ങനെ പർട്ടിക്കുലർ എടുത്ത് പറഞ്ഞ് ഭയങ്കര ഇതിന് പറയല്ല, എന്നാലും നമ്മുടെ നോർമൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സംഭവമാണ് ഈ ഒരു ബയോട്ടിക്കിൻ്റെത്. പിന്നെ അതേപോലെ ഹിമാലയയുടെ എല്ലാം നല്ല മൈൽഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ ഫേസ് വാഷ് നല്ലതാണ്. പോൺസിൻ്റെത് ചിലർക്ക് പിമ്പിൾസ് വരും കേട്ടോ, അപ്പൊ നോക്കി മാത്രം യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മുഖം കഴുകാൻ തുടങ്ങുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഒരു മോയ്സ്ചറൈസർ നമ്മൾ മുഖത്തിടുക. അതിപ്പോൾ നിങ്ങൾ സ്കിൻ നോക്കിയിട്ട് ഒരു ഓയിലി സ്കിൻ ആണെങ്കിലോ ഒരു കോമ്പിനേഷൻ സ്കിൻ അങ്ങനെ ഒന്നും നോക്കണ്ട, നിങ്ങളൊരു മോയ്സ്ചറൈസർ നിങ്ങളുടെ മുഖത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സംഭവം പറയുന്നത്. പിന്നെ നിങ്ങൾ ഭയങ്കരമായ വെയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, സ്കൂളിലൊക്കെ പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ കെയറിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ സ്കൂള് വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും കോളേജ് വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യുക, ഡേർട്ടും കാര്യങ്ങളും ഒക്കെ കളയുക. ഡബിൾ ക്ലെൻസിങ് കാര്യങ്ങൾ ഒന്നും വേണ്ട. പിന്നെ നൈറ്റ് എന്ന് പറഞ്ഞാലും വലിയ രീതിയിലുള്ള സ്കിൻ കെയറും കാര്യങ്ങളും ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ആലോവേറ ജെല്ലോ, ഇനി അതല്ലെങ്കിൽ മറ്റേ കുക്കുംബർ ജെല്ല്, നീം ജെൽ എന്നൊക്കെ പറഞ്ഞു കിട്ടുമല്ലോ, അത് ഏതെങ്കിലും ഒന്ന് മുഖത്തിട്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി. അല്ലാതെ നൈറ്റുള്ള സ്കിൻ കെയർ വലിയ കാര്യമായിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു നീം ഓയിൽ, പിന്നെ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ഗ്ലിസറിനിൽ നാരങ്ങ നീരൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഭയങ്കര മൈൽഡായിട്ട് 1-2 ഡ്രോപ്പ് നാരങ്ങ നീരേ പാടുള്ളൂ കേട്ടോ, ഒരു അടപ്പ് ഗ്ലിസറിനിൽ. അത് മുഖത്ത് തേച്ച് കിടക്കുന്നതും നിങ്ങളുടെ ഡ്രൈ സ്കിൻ പോവാനായിട്ട് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ഇടാം. ഇനി നിറയെ പിമ്പിൾസും കാര്യങ്ങളും വരുവാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ അരച്ചിടാം. ചിലർക്ക് ചന്ദനം നല്ലതാണ്, ചിലർക്ക് ഈ ആര്യവേപ്പില ഉണ്ടല്ലോ അത് അരച്ചിടുന്നത് നല്ലതാണ്, തുളസി അരച്ചിടുന്നത് നല്ലതാണ്. ഇതിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്കിൻ കെയർ കൊണ്ടുവരാം. ഹിമാലയൻ്റെ തന്നെ ഒരു നീം പാക്ക് ഉണ്ട് കേട്ടോ, വാങ്ങാൻ കിട്ടും. നമ്മുടെ നോർമൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അത് ടീനേജ് ടൈമിൽ വരുന്ന ഒരുവിധം ഈ ഒരു ഹോർമോണൽ ആയിട്ടുള്ള പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ആ ഒരു സംഭവം നല്ലതാണ്. ഇനി അതല്ല, എക്സ്ട്രീം ആയിട്ട് നിങ്ങൾക്ക് പിമ്പിൾസും കാര്യങ്ങളും വരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണിക്കുക. എന്നിട്ട് അതിനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിസിൻ വാങ്ങി നിങ്ങളുടെ ഈ ഒരു ഏജിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നിങ്ങൾ ഈ ഒരു 13-15 വയസ്സ് തൊട്ട് വരുന്ന പിമ്പിൾസിന് അതങ്ങ് മാറിക്കോളും എന്ന് കരുതിയിരിക്കുക. ഒരളവിൽ കൂടുതലായിട്ട് പിമ്പിൾസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റുക. അവിടെ ഇവിടെയും കാണുന്ന മെഡിസിൻസ്, ഇപ്പം ഈവൻ ഞാൻ പോലും ഈ പറഞ്ഞു തരുന്നത് നിങ്ങളെടുത്ത് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് മാത്രം ട്രീറ്റ് ചെയ്യുക കേട്ടോ. ആ ഒരു 13 തൊട്ട് 21 വയസ്സ് വരെയുള്ള കാര്യം പറയണം. സ്കിൻ അത്രയും സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ എന്ത് സ്കിന്നിൽ കൊടുത്താലും അത് അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈമാണ് അത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ടീനേജ് ടൈമിലുള്ള ഒരു സ്കിൻ കെയറിൽ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇതൊക്കെ മതി. പിന്നെ ലിപ്സ് ഒക്കെ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് സെബോളിനോ വാസലിനോ ഒക്കെ ഒന്ന് എടുത്ത് കുറച്ച് നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ തേച്ച് കിടന്നാൽ മതി കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു 23 വയസ്സ് തൊട്ട് ഒരു 30-32 വയസ്സ് വരെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു ഏജിലാണ് നമുക്കിപ്പം പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ മുന്നേ, അതായത് നമ്മുടെ ടീനേജ് ടൈമിൽ വന്നിട്ടുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വന്നിരിക്കുന്നതിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ഏജിലാണ്. അതായത് ഈ ഒരു ടൈമിൽ നമുക്ക് നിറയെ പിമ്പിൾസും വരും, അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്ക് ആവാനുള്ള ചാൻസും ഉണ്ട്. ഓപ്പൺ പോർട്സ് ഒക്കെ വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടൈമാണ് നമ്മുടെ ഒരു യങ്ങറായിട്ടുള്ള ഒരു ഏജ് ഉണ്ടല്ലോ, അതായത് യൂത്ത് എന്നൊക്കെ പറയണേ, ആ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിന് പണി കിട്ടുന്ന ടൈം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലെ സ്കിൻ കെയർ നമ്മൾ കുറച്ച് അധികം ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ടൈമിലാണ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്കിന്നിന് കൊടുക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്കിന്ന് ഇപ്പം ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ, ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങളൊരു 22 ഒക്കെ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസിനനുസരിച്ചിട്ടുള്ള
പ്രോഡക്ട്സുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഈവൻ ദോ ഞാനിപ്പോൾ പറയുകയാണ്, നമ്മളിപ്പം യൂട്യൂബിൽ, ഞാനും ഒരു യൂട്യൂബറാണ്, പക്ഷെ പറയാണ് നമ്മൾ പല വീഡിയോസും പല പ്രോഡക്ട്സും ട്രൈ ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്ന ഒരു കാര്യമാണ്, ഇതെന്താണ് ഇന്നലെ വേറൊന്ന് കാണിച്ചു ഇന്ന് വേറൊന്ന് കാണിച്ചു എന്നുള്ളത്. അതേ, അങ്ങനെ കാണിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസ് ആക്ച്വലി ഒരു 1-2 വീഡിയോസ് 3 വീഡിയോസോളം ഇടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പല പ്രോഡക്ട്സുകളും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതുണ്ട്. ഞാൻ മിക്ക പ്രോഡക്ട്സും ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ട്രൈ ചെയ്ത് എനിക്കത് റിസൾട്ട് ഉണ്ടെങ്കിലും റിസൾട്ട് ഇല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഞാനെന്നല്ല, ഇനി ഏത് യൂട്യൂബർ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാലും, യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണെങ്കിൽ ഒരു ബ്രാൻഡ് നോക്കിയിട്ട് പോയി സാധനം വാങ്ങിയിട്ട്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഭയങ്കര വൈറൽ ആയിട്ടുള്ള ബ്രാൻഡാണെന്ന് കരുതിയിട്ട് ആ സാധനം വാങ്ങിയിട്ട് നിങ്ങളുടെ മുഖത്തിടരുത്. കാശ് വെറുതെ വേസ്റ്റ് ആയി പോത്തേയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അതിലെ കണ്ടന്റ് നോക്കുക. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബ്രാൻഡിൽ അവർ പറയുന്നതെന്ന് നോക്കുക. എന്നിട്ട് ആ പറയുന്ന കണ്ടന്റുകൾ നമ്മുടെ സ്കിൻ ടൈപ്പിനും നമ്മുടെ സ്കിൻ ഇഷ്യൂസിനും ഉള്ളതാണോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് മാത്രം നിങ്ങളത് വാങ്ങി യൂസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്ന് നമുക്ക് ഒരുവിധം റെഡിയാക്കി വരാൻ പറ്റും. എനിക്കിപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഇന്ന ബ്രാൻഡ് പിമ്പിൾസിന് നല്ലതാണോ എന്ന്. ഒരിക്കലും എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ, ഇന്ന ബ്രാൻഡ് നല്ലതാണ്. വേണമെങ്കിൽ ഇന്ന ബ്രാൻഡിന്റെ ഞാൻ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് എനിക്ക് റിസൾട്ട് വന്നത് ഞാൻ പറയാം, ഡോട്ട് ആൻഡ് കീയുടെ ഇത് പിമ്പിൾസിന് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ അങ്ങനല്ലാതെ നിങ്ങളിപ്പം ഞാൻ പറയാണ്, ഞാനൊരു നിയാസിനമൈഡ്, എൻ്റെ ഒരു ഓപ്പൺ പോസിനും കാര്യങ്ങൾക്കും ഒക്കെ എനിക്കൊരു ഇഷ്യൂസ് ഉണ്ട്, ഞാൻ ഒരു നിയാസിനമൈഡിൻ്റെ ഒരു സെറം യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണം, ഞാൻ ഈ നിയാസിനമൈഡിൻ്റെ സെറം യൂസ് ചെയ്തു, ഇന്ന ബ്രാൻഡാണ്, ഇത് അടിപൊളി സാധനമാണ്, നിങ്ങൾ പോയി വാങ്ങിക്കോ എന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ടിടനെ ഓടിപ്പോയി എല്ലാവരും നിയാസിനമൈഡിൻ്റെ സെറം വാങ്ങരുത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 കാര്യം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നിയാസിനമൈഡ് അലർജിക് ആണോ അല്ലേന്ന് നോക്കാം. ഇനിയിപ്പോൾ അലർജിക് ആണോ അല്ലേന്ന് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഓപ്പൺ പോർസ് ഇല്ലാത്ത ഒരാൾക്ക് നിയാസിനമൈഡിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ പോർസും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണ്, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഓടിപ്പോയി നിയാസിനമൈഡ് വാങ്ങേണ്ട, കാരണം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നോക്കി വാങ്ങുക എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു വൈറ്റമിൻ സി സെറത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ സി ക്രീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിറയെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓടിപ്പോയി വൈറ്റമിൻ സി വെളുക്കൂന്നും പറഞ്ഞിട്ട് വാങ്ങിയിട്ടിട്ട് കാര്യമില്ല. കാരണം പിമ്പിൾസിന് വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ പാടില്ല, പിമ്പിൾസ് കൂട്ടും അത്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ വന്നിട്ട് ഞാൻ വൈറ്റമിൻ സി സെറം നല്ലതാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ അടിപൊളിയാണ്, എനിക്ക് നല്ല കളർ കിട്ടി, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഓടിച്ചാടിപ്പോയി അത് വാങ്ങാതിരിക്കാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ വേണം, കുറച്ചൊന്ന് പിഗ്മെന്റേഷൻ ഒക്കെ പോകണം, ഒന്ന് സ്കിൻ ബ്രൈറ്റർ ആവണം എന്നൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡിന്റെ വൈറ്റമിൻ സി സെറം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് തന്നു എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെയുള്ളവർ പോയി വാങ്ങുക. എനിക്കത് വന്ന് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ സ്കിന്നിന് ഇത് വാങ്ങരുത് കേട്ടോ, നിങ്ങൾക്ക് ഇത് ചെയ്തില്ല എന്ന് എൻ്റെ അടുത്ത് കമന്റ്സിൽ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ എനിക്ക് നേരിട്ട് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് മാത്രം വാങ്ങാം. ഇപ്പൊ എന്തിനാ ഇവിടെ പറഞ്ഞേ? സ്കിൻ കെയർ പറഞ്ഞോണ്ടിരിക്കല്ലേ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ സ്കിന്ന് ഒരു 22 to ഒരു 32 ഏജ് വരെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷിലേക്ക് നിങ്ങൾ മാറുക. ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ ഫേസ് വാഷ് വാങ്ങിയിട്ട് ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങാം കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ളതും നല്ലതുണ്ട്, റേറ്റ് കൂടുതലും നല്ലതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുക. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ആക്റ്റീവ്സിലേക്ക് മാറുക, അതായത് ഏതെങ്കിലുമൊക്കെ സെറം യൂസ് ചെയ്യാൻ തുടങ്ങുക കേട്ടോ നിങ്ങളുടെ ആ ഒരു ഏജിൽ. ഇപ്പം ഞാൻ പറയുന്നത്, കാരണം നമ്മുടെ സ്കിന്നിൽ കൂടുതൽ പെനട്രേറ്റ് ചെയ്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം, അതായത് ഉള്ളിലേക്ക് വേഗം ചെല്ലുന്ന സംഭവമാണ് ഈ സെറം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം പിഗ്മെന്റേഷൻ ആണ്, ടാനൊക്കെ ഒന്ന് മാറി ഒരു സ്കിൻ കളറൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ഒരു ഗ്ലോയിങ് സ്കിൻ ഒക്കെ ആണെങ്കിൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാം.
പിന്നെ എപ്പോഴും പറയുന്ന കണക്ക് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ചെറിയ പെർസെൻറ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സെറത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അത് ഞാൻ ഇതിൽ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. അത് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സെറംസ് യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് നിങ്ങളൊരു മോയ്സ്ചറൈസറും, അതും നിങ്ങളുടെ ഇഷ്യൂസിനനുസരിച്ചുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ. അതായത് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്, എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നൊക്കെ ആണെങ്കിൽ സെറമൈഡ്സ് വരുന്ന ഒരു കണ്ടന്റ് ഉള്ള ഒരു മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക. ഇനി ഒരു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനത്തെ ഉള്ള യൂസ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ ഈ ഒരു ടൈം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതും ആ ഒരു കോളേജ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നതും നിങ്ങൾക്കൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കൂടുമ്പം റീഅപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു SPF 30 ആവശ്യം നിങ്ങൾക്കുള്ളൂ. SPF 30, 40, 50 എന്നൊക്കെ പറയുമ്പോൾ ഒരു 1% വെച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ റീഅപ്ലൈ ചെയ്യാൻ നോക്കുക. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ മിക്കവർക്കും പറ്റാത്തൊരു സംഭവമാണ് സൺസ്ക്രീൻ ഉള്ളത്. കാരണം സൺസ്ക്രീൻ മിക്കതും നമ്മുടെ മുഖം ഒന്നും കൂടെ വിയർക്കാറാണ് പതിവ്. വിയർത്ത് പോയി കഴിഞ്ഞാൽ പോയി കിട്ടും സൺസ്ക്രീൻ. വീണ്ടും അത് നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പക്ഷെ പലർക്കും അത് നടക്കാറില്ല. എനിക്കും അതധികം നടക്കാത്ത ഒരു കാര്യമാണ്. എങ്കിലും നിങ്ങൾ നോക്കുക, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയറും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. നൈറ്റിലും സെയിം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അതേപോലെ ഏതെങ്കിലും സെറം നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കുക. എന്താണ് നിങ്ങളുടെ സ്കിൻ ഇഷ്യൂ അതിനനുസരിച്ചുള്ള ഒരു സെറം യൂസ് ചെയ്യുക. ഒരു നല്ല മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൈറ്റ് ക്രീം, ഇപ്പം സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള നൈറ്റ് ക്രീം ഉണ്ട്, ആൻറ്റി ഏജിങ് ക്രീംസ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു നൈറ്റ് ക്രീം നിങ്ങളുടെ ഒരു ഡെയിലി ആയിട്ടുള്ള ഒരു സ്കിൻ കെയറിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. പിന്നെ ഇതേ പറഞ്ഞ കണക്ക് ഡെയിലി ഏതെങ്കിലും ഒരു DIY പാക്കോ കാര്യങ്ങളോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളതും നിങ്ങൾ ഇട്ട് കൊടുക്കാൻ നോക്കുക. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഭയങ്കരമായ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം രാവിലെ ഒരു ഫേസ് വാഷ് ചെയ്യുക, പിന്നെ ഏതെങ്കിലും ഒരു സെറം അപ്ലൈ ചെയ്യുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. നൈറ്റ് ഏതെങ്കിലും ഒരു സെറം അപ്ലൈ ചെയ്യുക, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൈറ്റ് ക്രീമോ നൈറ്റ് മാസ്കോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. അത് മസ്റ്റായിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു 22 to 32 ഏജിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ വല്ല സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ട്രീറ്റ് ചെയ്ത് മാറ്റാനുള്ള വഴികൾ കണ്ടെത്തുക കേട്ടോ. പിന്നെ ഇനി അടുത്തത് ഒരു 32 എന്നുള്ളൊരു ഏജിൽ നിന്ന് അങ്ങോട്ട് പോകും തോറും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സ്കിന്ന് ഏജ്ഡ് ആവാനും ചുളിവുകൾ വീഴാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു ടൈമാണ്. അതായത് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു 35 വയസ്സായിട്ടേ ഉള്ളെങ്കിലും അവരുടെ സ്കിന്ന് ഭയങ്കര ഏജ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു മുഖത്ത് ഭയങ്കര പ്രായം തോന്നും. അത് ചിലർക്ക് ശരീരപ്രകൃതി കൊണ്ടാണ്, ചിലർക്ക് ശരീരപ്രകൃതി അല്ലാതെ അവരുടെ മുഖത്ത് സ്കിൻ ഭയങ്കര ചുളുങ്ങി ഒരു ഏജ്ഡ് പോലെ ഭയങ്കര ഇലാസ്റ്റിസിറ്റി ഭയങ്കരമായിട്ട് വലിഞ്ഞ് ആ ഒരു ഫീലൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പൊ നിങ്ങളെ ആ ഒരു ടൈമിലും നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു 32 ഏജ് തൊട്ടൊക്കെ നമ്മുടെ പിമ്പിൾസിന്റെ ഇഷ്യൂസ് ഒക്കെ ഒരുവിധം നമുക്ക് കുറഞ്ഞിരിക്കും കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പ്, പിന്നെ ഒരു ഏജ്ഡ് ആയിട്ട് തോന്നുക, പിന്നെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുക, ഇതൊക്കെയാണ് നമുക്കുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, ഒരു സെറം നിങ്ങളുടെ ഇഷ്യൂ എന്താണോ നോക്കിയിട്ട് ഒരു സെറം യൂസ് ചെയ്യുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഉറപ്പായിട്ടും ഡേ ടൈമിൽ സെയിം തന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആവാൻ ചാൻസ് ഉള്ള ടൈമാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ലിപ്പ് ബാം ഇടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാസലിനോ കാര്യങ്ങളോ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നൈറ്റ് ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈറ്റ് ടൈമിൽ ഒരു 32 ഒക്കെ ഏജ് ഒക്കെ പ്ലസ് അല്ലെങ്കിൽ ഒരു 30+ ഏജ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നൈറ്റിൽ ഏതെങ്കിലും ഒരു റെറ്റിനോയിഡ് ക്രീം, ഒരു 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു റെറ്റിനോയിഡ് ക്രീം യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിലെ എലാസ്റ്റിറ്റി കുറയ്ക്കാനും നിങ്ങളുടെ സ്കിൻ ഒരു യങ്ങർ ലുക്കിംഗ് ആയിട്ട് കിട്ടാനും ഒക്കെ ഒരു റെറ്റിനോയിഡ് ക്രീംസും ഭയങ്കരമായ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെറ്റിനോയിഡ് ക്രീമോ ആൻറ്റി ഏജ് ക്രീമോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുക. കൂടെ തന്നെ നിങ്ങൾ ഡേ ടൈമിൽ അധികം വേണമെന്നില്ല, പക്ഷെ നൈറ്റ് ടൈമിൽ
ഈ ഒരു ഐസ് അൺഡ്രൈ ക്രീം ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യാൻ മസ്റ്റായിട്ട് നോക്കുക കേട്ടോ. കാരണം കണ്ണിനടിയിൽ കറുപ്പ് വരാൻ ചാൻസ് ഉള്ള ടൈമാണ്. കണ്ണിനടിയിൽ ഇങ്ങനെ സ്കിൻ സ്വാഗ് ചെയ്യാനുള്ള ഒരു ചാൻസ്, ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ ഒരുമാതിരിയൊക്കെ കണ്ണ് ഭയങ്കര വീക്കായിട്ട് പോവാനുള്ളൊരു ടൈമാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് യോഗയോ അല്ലെങ്കിൽ ഓയിൽ മസാജ് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ നിങ്ങളുടെ ഫേസിന് കൊടുക്കുന്നതും ഭയങ്കര നല്ലതാണ്, ഒരു 30+ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാണ്, നിങ്ങളൊരു 30+ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകുക. പിന്നെ ഈ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, അതൊക്കെ ഫേസിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 30 വയസ്സിന് മേളിൽ, അല്ലെ അതൊരു 20 വയസ്സിന് മുകളിലോട്ടൊക്കെ ആയാലും ഐസ് ക്യൂബ് വെക്കുന്നത് നല്ലതാണ്. കാരണം പിമ്പിൾസിനും ഒക്കെ നല്ലതാണ്. അതേപോലെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ചുളിവുകൾ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സെറം യൂസ് ചെയ്യുക, ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നൈറ്റ് ടൈം വരുവാണെങ്കിലും നൈറ്റ് ടൈമിൽ സ്കിൻ കെയർ ഭയങ്കര മസ്റ്റായിട്ട് നോക്കണം. ഏതെങ്കിലും ഒരു അൺഡ്രൈ ക്രീം ആദ്യം ഇടുക. അത് നിങ്ങളുടെ ഇഷ്യൂസിനനുസരിച്ചിട്ടുള്ള ഡാർക്ക്നെസ് ആണെങ്കിൽ അതിന്, ഇനി അല്ല സ്വാഗിങ് ആണെങ്കിൽ അതിന് ഏതിനാന്ന് വെച്ചാൽ ഒരു അൺഡ്രൈ ക്രീം ഇടുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീമോ റെറ്റിനോയിഡ് ക്രീമോ നിങ്ങൾ യൂസ് ചെയ്യട്ടോ. റെറ്റിനോയിഡ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ഒരു 30+ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും നിങ്ങളുടെ ഒരു, പിന്നെ ഏതെങ്കിലും മസ്റ്റായിട്ടുള്ള ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുക. പിന്നെ ബോഡി ലോഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, എന്തായാലും ഒരു ഈ ഫുൾ ഏത് ഏജിലാണെങ്കിലും നമ്മൾ ബോഡി ലോഷൻസ് നമ്മുടെ സ്കിൻ ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കാലിലും കയ്യിലും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വാസലിനോ സെബോളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റി ക്രാക്ക് ക്രീംസ് ഒക്കെ നമ്മുടെ കാലിനടിയിൽ ഉറങ്ങുന്ന ടൈമിൽ, അതിപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരടുത്തും ഞാൻ പറയാൻ കേട്ടോ, ഒരു 13 വയസ്സ് തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ പറയാണ് കേട്ടോ, ഏതെങ്കിലും ഒരു ഇപ്പൊ വിണ്ട് കീറലൊക്കെ കാലിലുണ്ടെങ്കിൽ അതൊക്കെ ഇടുന്ന നല്ലതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഞാനൊന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചത്. ഞാനിവിടെ അധികം ബ്രാൻഡ്സും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് അനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്, അല്ലാതെ ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന മിക്ക അമ്മമാർക്കുള്ള മറുപടിയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ തൊട്ട്, ഇപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനായാലും നിങ്ങൾക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ കുഞ്ഞു കുട്ടികളോടുള്ള കാര്യമാണ് ഞാൻ പറയണേ, അവർക്ക് ഈ ഒരു 22 ഏജ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഫേഷ്യൽ ഹെയർസ് എന്ന് പറയുന്നത് ഭയങ്കര ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യണം, ഭയങ്കര ഇതായിട്ട് തോന്നുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നാച്ചുറലി നമുക്കൊരു 13 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് നമുക്ക് ഈ നാൽപ്പാമരാതി കേര തൈലമൊക്കെ ഇല്ലേ, കേര തൈലം വേണ്ട കേട്ടോ, നാൽപ്പാമരാതി കേര, ആ ഓയിലൊക്കെ യൂസ് ചെയ്ത് ഡെയിലി കുറച്ച് നേരം ബോഡിയിലൊക്കെ തേച്ചിട്ട് മുഖത്തൊക്കെ തേച്ച് വെച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ രോമമൊക്കെ ചെറിയ ചെറിയ ബേബി ഹെയർസ് ഒക്കെ പൊഴും. പിന്നെ അതൊക്കെ കുറേ വർഷങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം ഹെയർസ് ഒന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഹോർമോണൽ ആയിട്ടുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് വരുന്നതെങ്കിൽ അത് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. പിന്നെ ഒരു 20 വയസ്സിന് മുകളിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഞാനൊരു എൻ്റെ പിമ്പിൾ റെമഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്രീം അധികം പ്രശ്നമില്ലാതെ നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. എനിക്കറിയാം ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതിലും കൂടുതലാണ്. നോർമൽ ആൾക്കാർക്ക് അത് ഇത്തിരി ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നും എന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ സ്കിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ സ്കിന്നാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അവർ അനുഭവിക്കാൻ പോകുന്നത്. അതായത് കുഞ്ഞിലേ ഉള്ള ആ ഒരു പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് അവർ ഒരു 22 തൊട്ടുള്ള അങ്ങോട്ടുള്ള വയസ്സിലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അധികം പ്രശ്നങ്ങളില്ലാതെ പോകും കേട്ടോ സ്കിന്നൊക്കെ. പിന്നെ നമ്മൾ എങ്ങനെ നമ്മുടെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ വളരെ ഒരു 13 ഏജ് തൊട്ടേ നമ്മൾ ശ്രദ്ധിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇട്ടിട്ട് സ്കിൻ കെയർ ചെയ്യേണ്ട കാര്യമില്ല. കൂടുതൽ മേക്കപ്പിലേക്ക് പോവാതെ നമുക്ക് സ്കിൻ കെയർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പം നമുക്ക് മേക്കപ്പ് കുറയ്ക്കാൻ പറ്റും. കാരണം മേക്കപ്പ് ഫിക്സ് ചെയ്യുന്നതിലും കൂടുതൽ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ മതിയെന്ന് കരുതുന്നു കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് 2-3 കമൻസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യുമോ എന്നുള്ളത്.
ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ആകെ മറ്റേ പിക്സിയുടെ ടോണർ ഉണ്ടല്ലോ, ഗ്ലൈക്കോളിക് ആസിഡ് 6% അത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ചോദിച്ചവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കുക. കുഞ്ഞിലേ തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങുകയാണെങ്കിൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സ്കിന്നിൽ പോകും കേട്ടോ. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക സ്കിന്നൊക്കെ. കാരണം ഒരു 2-3 വർഷം എടുക്കും ഒന്ന് ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ അത് ശരിയാക്കി കൊണ്ടുവരാനായിട്ട് സ്കിന്ന്. അപ്പോൾ അതിന് കഷ്ടപ്പെട്ട് പോകുന്നതിലും നല്ലത് ആദ്യം തന്നെ നല്ലൊരു സ്കിന്ന് ആക്കി കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പോകാന്നുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് വായിക്കാനും അതിന് റിപ്ലൈ തരാനൊക്കെ ഭയങ്കര ഇഷ്ടം. അറ്റ്ലീസ്റ്റ് ഒരു ലവിൻ്റെ സിമ്പിളെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് അയക്കാൻ നോക്കണം കേട്ടോ. പിന്നെ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് പുതിയതായിട്ട് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ചുള്ള വീഡിയോസും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.